അപ്പോൾ എല്ലാവർക്കും ദൂരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഇതൊരു 6 day ട്രിപ്പാണ് ഫ്രം ബർക്കിൻഹെഡ് ടു കോൺവാൾ. അതിലൊരു ദിവസം ഞങ്ങൾ ഫ്ലാറ്റായിരുന്നു, ബാക്കി ദിവസങ്ങളിൽ ഞങ്ങൾ ക്യാമ്പിംഗ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസത്തെയും വീഡിയോ ഓരോ എപ്പിസോഡായിട്ടാണ് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ആണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് കോൺവാളിലേക്കുള്ള ട്രിപ്പ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെളുപ്പിന് 5 മണിക്ക് ഇറങ്ങാൻ ഒരു 1 hour ലേറ്റായി. അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഫുള്ളാണ്, ഒരു ഇഞ്ച് സ്പേസ് ഇല്ല, ഒരു സീറ്റ് മടക്കേണ്ടി വന്നു. അപ്പം ഞങ്ങളപ്പോൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിൽ വെച്ച് കാണാം. അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞേ. ഹലോ നമേ, ഹായ്. അങ്ങനെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ ബാത്ത് എന്ന് പറയുന്ന ഒരു സിറ്റിയിലെത്തി. ഈ സിറ്റി വളരെ ഫേമസ് ആണ്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സിറ്റിയിലൊന്നാണിത്. അപ്പം ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷൻ കോൺവാൾ ആണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. ഇവിടെ ഒരുപാട് മെയിൻ അട്രാക്ഷൻസ് ഉണ്ട്. ഇത് റോമൻ ബാത്ത്, അതുപോലെ തന്നെ ബാത്ത് ആബി. പക്ഷെ ഞങ്ങളതൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. ഞങ്ങൾ ജസ്റ്റ് സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്തു, അതിലും വഴിയൊക്കെ ഒന്ന് കറങ്ങി നടന്നു. അതല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, നമ്മുടെ സമയക്കുറവുണ്ട്. അപ്പം മെയിൻലി ബാത്ത് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് ബാത്ത് ആബി, അതുപോലെ തന്നെ റോമൻ ബാത്തും. ഇവിടെയൊക്കെ കയറാൻ നമുക്ക് ഒരു സ്പെഷ്യൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഓൺ ദ സ്പോട്ടിൽ നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ അതിന് പോയില്ല. ഞങ്ങൾ ജസ്റ്റ് ആ സിറ്റി സെൻറ്ററൊക്കെ ഒന്ന് കറങ്ങി കണ്ടു. അതുപോലെ തന്നെ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. അപ്പം അവിടെ ബോട്ടിംഗ് സർവീസസ് ഒക്കെ ഉണ്ട്. ഏകദേശം എനിക്കൊന്ന് 45 1 മണിക്കൂറോളം നമുക്ക് ബോട്ട് സർവീസ്, നമുക്ക് ഒരു ബോട്ട് ടൂർ പോലെയൊക്കെ എടുക്കാം. പക്ഷെ ഞങ്ങളതൊന്നും ചെയ്തില്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ആ സിറ്റി ഫുള്ള് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങളൊരു കോഫി കുടിച്ചു. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം രാവിലെ നേരത്തെ ഇറങ്ങിയതല്ലായിരുന്നു. അതാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ലേക്കിൽ കൂടിയാണ് ആ ഒരു ബോട്ട് സർവീസ് ഉള്ളത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു പാർക്കും ഉണ്ട്. നമുക്ക് ഒന്ന് ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാർക്കും ഉണ്ട്. ദൈവം സഹായിച്ചാൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, നല്ല സണ്ണി ആയിട്ടുള്ളൊരു വെതറായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ നേരെ പോയത് സ്റ്റോൺ ഹെഡ്ജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അങ്ങനെ ഞങ്ങളിവിടെ ഒരു ഫ്രീ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ പയ്യെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇവിടെ നിന്നൊരു 5 മിനിറ്റ് കൂടി വന്ന് 5 മിനിറ്റ് നമുക്ക് നടക്കാനുണ്ട്. ഇവിടെ നമുക്ക് ബുക്ക് ചെയ്യണം. പക്ഷേ ബുക്ക് ചെയ്യാതെ നമുക്കൊരു ഫ്രീ വാക്കിംഗ് പാത്തും ഉണ്ട്. അപ്പം ഞങ്ങൾ അതാണ് ചൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു പെർ പേഴ്സൺ 15 pound. പക്ഷേ അത്രയും മുടക്കാൻ നമുക്കത് നഷ്ടമാണ്, കാരണം നമുക്ക് ഈ വ്യൂവിൽ തന്നെ നമുക്കും കിട്ടും. നമ്മൾ ഏകദേശം അടുത്ത് തന്നെ. അപ്പം ഞങ്ങൾ ഒരു പബ്ലിക് വാക്കിംഗ് പാത്തുണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് ഫുൾ സർക്കിൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ഹാഫ് ഓഫ് നമുക്ക് അവിടെ നിന്ന് കാണാം. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സെലിബ്രിറ്റിനെ കണ്ടു. പ്രിയാമണിയായിരുന്നു. പ്രിയാമണിയുടെ ഹസ്ബൻഡുമായിരുന്നു. അപ്പം ഞങ്ങൾ ഹായ് ഒന്നും പറയാൻ പറ്റിയില്ല. ഇത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡോർസെറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളൊരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തായിരുന്നു അന്നത്തെ ഫസ്റ്റ് നൈറ്റ് സ്റ്റേക്ക് വേണ്ടി. ഏകദേശം ഒരു വൈകുന്നേരം 5 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളുടെ അക്കോമഡേഷൻ ഇവിടെ നമുക്ക് സെൽഫ് ചെക്കിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കീ അവിടെ ലോക്കറിലുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം ഇവിടെ കണ്ടപ്പം ഇതിങ്ങനൊരു മുകളിലത്തെ സ്റ്റെയറിലേക്ക് കയറി വരണം. ഞങ്ങൾ ആദ്യം ഓർത്തിച്ചിട്ട് മോശമായിരിക്കുന്നു, പക്ഷേ അകത്ത് കയറിയപ്പോൾ നല്ല നീറ്റായിരുന്നു. ഇതാണ് കിച്ചൺ വരുന്നത്. കയറുമ്പോൾ നല്ലൊരു കിച്ചണാണ്, നല്ല നീറ്റ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഇച്ചിരി അലങ്കോലമാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങനെ ലോണ്ട്രി ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലോണ്ട്രി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. പിന്നെ ഇതൊരു ബെഡ്റൂം വരുന്നത്, നല്ലൊരു സൗകര്യമുള്ള ബെഡ്റൂമാണ്. പിന്നെ ഇതൊരു ലിവിങ് ഏരിയ ആണ്. ഇവിടെയൊക്കെ ഞങ്ങൾ ഇച്ചിരി അലങ്കോലമാക്കി വെച്ചാലും ഇതാണ്. ഇവിടെ TV സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ടോയ്ലറ്റ് സൗകര്യം ഇവിടെ ഇങ്ങനെയുണ്ട്. ഇവിടെ ഷവറിങ് എല്ലാം നല്ല അടിപൊളി സെറ്റപ്പാണ്. ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇച്ചിരി എക്സ്പെൻസീവാണ്, പക്ഷെ കുഴപ്പമില്ല. ഒരു 4-5 പേരൊക്കെ കൂടി എടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ലാഭമുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഫ്രഷായി അവിടുന്ന് പിന്നെ നേരെ ഞങ്ങളൊരു 6 മണിയൊക്കെ ഒരു സമയമായപ്പോഴേക്കും ഞങ്ങൾ നേരെ ഡാൻസിങ് ലെഡ്ജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ ഞാനും ഫ്രണ്ട്സൊക്കെ ഓൾറെഡി ഇവിടെ 2 വർഷം മുമ്പ് വന്നിട്ടുള്ളതായിരുന്നു. ഞങ്ങളിവിടെ കുറേ എക്സ്പ്ലോർ ചെയ്തിട്ടങ്ങ് പോയതാണ്. പന്നാമ ഈ സ്ഥലം കണ്ടിട്ടില്ല. പന്നാമനെ ഓൺ ദ വേയിൽ പന്നാമയ്ക്ക് ഈ സ്ഥലം കൂടെ കാണിക്കാമെന്നുള്ളൊരു പ്ലാനിൽ
ഞങ്ങൾ ഇങ്ങോട്ട് കയറി. സെയിം വീഡിയോ ഇങ്ങനെയായിരുന്നു വീഡിയോ. സൈഡിൽ നിന്ന് ഞാൻ നടന്നു വരുന്നു, 3-4 നടന്നു പോവാം. അപ്പോൾ അന്ന് ചെയ്തതിൻ്റെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയത് ഇപ്പം പറ്റുന്നുണ്ടോ എന്നുള്ളത് 2 വർഷം കഴിഞ്ഞ്. അപ്പോൾ ചുമ്മാ അതൊക്കെ ചെയ്ത് ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് നടപ്പ് തുടങ്ങി. അപ്പോൾ ഇതാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ നല്ല വെതറായിരുന്നു, അതുകൊണ്ട് ബ്യൂട്ടിഫുള്ളായിരുന്നു. വ്ളോഗൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളുടെ വീഡിയോ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ എപ്പോഴും താഴെ പോകുന്ന അവസ്ഥയിലാണ്. ഇവിടെയാണ് ജുറാസിക് പാർക്ക് ഷൂട്ട് ചെയ്തതൊന്നുമല്ല ശരിക്കും. അപ്പോൾ ഇതാണ് ഡാൻസിങ് ലെഡ്ജിൻ്റെ ആ ഒരു ഭാഗം. അപ്പോൾ ഞങ്ങൾ അവിടെ ഇച്ചിരി അന്നമ്മനെ ഇറക്കാൻ ഇച്ചിരി പാടുപെട്ടു. കാരണം അത് ഇച്ചിരി ഒരു നമ്മൾ റോക്ക് ക്ലൈമ്പിങ് പോലെ ചെയ്യണം. നമുക്ക് ആ ഒരു അറ്റത്തെത്തുന്ന വരെ കുഴപ്പമില്ല, അത് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ക്ലിഫ് പോലെയുണ്ട്. അപ്പോൾ നമ്മളത് ചാടി ഇറങ്ങണം, നമുക്കൊരു പ്രോപ്പർ വേ ഇല്ല അവിടെ നമുക്ക് ഇറങ്ങാനുള്ളത്. ഇപ്പോൾ ഈ ആദർശ് ഇറങ്ങുന്നത് ഏകദേശം അത് അങ്ങനത്തെ അല്ല, ഇച്ചിരി കൂടെ ഒരു സ്റ്റീപ്പ് ഇതായിട്ടുള്ളതാണ്. നമുക്ക് അങ്ങനെ പിടിച്ച് കയറാനുള്ള ഇത് കുറവാണ്. അപ്പോൾ അവിടെ ഒരു അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ താഴെ കൂടെ പുള്ളി ഓടുന്ന കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും ഒരു ചെറിയ പൂള് പോലെയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ ഭയങ്കര ബിസി ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പൂളിൽ ഇറങ്ങി കുളിക്കാൻ പറ്റിയില്ല. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്, പക്ഷെ എന്തായാലും ആ വെള്ളത്തിലൊന്ന് ഇറങ്ങി കുളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഇത് അതിൻ്റെ ഒരു സൈഡാണ്, ഇതിങ്ങനെ ഇവിടെ ഒരു കേവ് പോലെയുണ്ട്. അപ്പോൾ നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പം അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു കുഴി പോലെയാണ്. അപ്പം കാല് തെറ്റിയ നേരെ വെള്ളത്തിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ അടിയിൽ പാറകളും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ആ ഇറങ്ങിയ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടില്ല, ഞങ്ങൾ ഒരു വിധത്തിൽ അവിടെ ഇറക്കി. ഇതാണ് ഞാൻ പറഞ്ഞ ആ പൂള്. അപ്പോൾ ഇതിനകത്തേക്ക് ഇങ്ങനെ തിരമാല അടിച്ച് വെള്ളം കയറിക്കൊണ്ടിരിക്കുക. അതൊരു ഒരാൾ പൊക്കമുള്ള അത്യാവശ്യം നല്ലൊരു കുഴിയുള്ള വെള്ളമാണ്. അപ്പം ഇതുപോലെ വെള്ളം കയറി ഇറങ്ങി പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് പേര് അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഏകദേശം ഞങ്ങളെത്തിയപ്പോൾ ഏകദേശം നല്ല ലേറ്റായി, ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ സൂര്യൻ്റെ ഇത് സൺസെറ്റ് ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരും പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫ്രീ ആയി, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് അവിടെ കിടന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടി. ഞങ്ങളതിനകത്ത് ചാടി, നല്ല തണുപ്പായിരുന്നു. ആദ്യം ഞാനൊന്ന് ഇറങ്ങി, അത് കഴിഞ്ഞ് കുറച്ച് നേരം കയറി നിന്ന്, കാരണം ഈ തണുത്തിട്ട് അങ്ങനെ ഇത് പോയി. പക്ഷേ കുറേ നേരം അതിനകത്ത് ഇങ്ങനെ കാല് മുക്കി നിന്നപ്പോഴേക്കും പിന്നെ ബോഡിക്ക് അതങ്ങ് അഡാപ്റ്റായി. പിന്നെ ഞങ്ങൾ അതിനകത്ത് കുറേ നേരം കുളിച്ച് അത്യാവശ്യം നല്ല ടൈം സ്പെൻഡ് ചെയ്ത് ഏകദേശം 8-8:30 വരെയോളം ഞങ്ങൾ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇതാണ് അങ്ങനെ ഇതുപോലെ റോക്ക് ക്ലൈമ്പിങ് പോലെ ചെയ്യണം അതിൻ്റെ മുകളിലോട്ട് കയറണമെങ്കിലേ. അപ്പോൾ ഇങ്ങനെ കയറി അന്നാമനെ ഒരു വിധത്തിൽ മുകളിൽ കയറ്റി ഞങ്ങളങ്ങനെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് ഈ സമയപ്പോഴേക്കും. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ ഫ്ലാറ്റിലേക്ക് പോയി റെസ്റ്റ് എടുക്കാനുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഡേ 2-ലെ വീഡിയോ ഞങ്ങൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഞങ്ങൾ ഡേഡിൽഡോറിലേക്കാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഈ ചെറിയൊരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഡേ 2-ലെ വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു.